ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ നഗറ്റ്സ് ആണ്. സോ അപ്പോൾ നമുക്ക് വേറെയായിട്ടൊന്നും പറയാതിരിക്കാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടി എടുക്കുന്ന ബോൺലെസ് ചിക്കനാണ്. സോ അപ്പോൾ ബോൺലെസ് ചിക്കൻ എടുക്കുമ്പോൾ ബ്രസ്റ്റിൽ നിന്ന് തന്നെ എടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എത്ര നഗറ്റ്സ് ആണോ വേണ്ടത് അത്രയും കണക്കിന് എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് എമൗണ്ട് ഓഫ് നഗറ്റ്സിന് വേണ്ടിയുള്ള ചിക്കനുണ്ട്. അപ്പോൾ നമുക്കത് ഒരു മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ ചെറിയ ബാച്ചുകളായിട്ടാണ് ഗ്രൈൻഡ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ഗ്രൈൻഡ് കഴിഞ്ഞിട്ട് അത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയും ഉപ്പിടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടി പോകാതെയും ഒരുപാട് കുറഞ്ഞു അതൊരു ഉള്ള രീതിയിലൊരു ഉപ്പിടുക. ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ അളവിന് ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ ആവണമെന്നില്ല. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അത് ഫോർക്ക് വെച്ച് ഫസ്റ്റായിട്ടൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് എല്ലാം ഒരു കറക്റ്റായിട്ട് ഷേപ്പിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി ഓക്കെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കൈ വെച്ച് തന്നെ ഇളക്കുക. നിങ്ങൾ ഗ്ലൗസ് ഇടണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇടുക. ഞാനിപ്പോൾ ഗ്ലൗസ് ഇടാതെ തന്നെ ചെയ്യുവാണ്. ഇത് ഒരു ഇടയ്ക്കിടയ്ക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊള്ളുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗയി ടെക്സ്ചർ വന്നു കഴിയുമ്പോൾ നിങ്ങളതെടുത്തൊരു ചെറിയ നഗറ്റ് ഷേപ്പിലേക്കാക്കി നിങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് വെക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ എടുക്കുക, അല്ല കുറച്ചൊരു ഞാൻ കാണിക്കുന്ന രീതിയിലുള്ള ഡൗയി ടെക്സ്ചറായിട്ടാണ് എടുക്കാൻ പാടുള്ളൂ. അതുവരെ നിങ്ങൾ ഇച്ചിരി കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്ക് അതുപോലെ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പാത്രം ആവശ്യം വന്നു. ആക്ച്വലി ഈ ഒരു പാത്രത്തിൽ നിങ്ങൾ വലിയ പാത്രമാണുള്ളെങ്കിൽ അല്ലെങ്കിൽ ട്രേ ആണുള്ളതെങ്കിൽ ട്രേ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഫ്രിഡ്ജിലേക്ക് അത് വയ്ക്കുവാണ്. ഞാൻ വയ്ക്കുവാണിപ്പോൾ. സോ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഒരു 30 മിനിറ്റ്സിലേക്ക് അതിരുന്നാൽ മതി. ഒരുപാട് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഇത് തിരിച്ചെടുത്തിട്ടുണ്ട്. 30 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അത് എഗ് വാഷിലേക്ക് കോട്ട് ചെയ്യണം. എഗ് വാഷും പിന്നെ ബ്രെഡ് ക്രംസ് നിങ്ങൾക്കിപ്പോൾ റോസ്റ്റഡ് ബ്രെഡ് ക്രംസ് കുറച്ചും കൂടെ ഇച്ചിരി ടെക്സ്ചർ കൂട്ടുന്നുണ്ടെങ്കിൽ റോസ്റ്റഡ് ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നോർമൽ സ്റ്റോർ ബോട്ട് ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ അത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. കോട്ട് ചെയ്ത് നേരെ ഇങ്ങനെ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തിരിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എണ്ണ ഇൻഫ്യൂസ് ആയിട്ട് അത് ഭയങ്കര അകത്ത് മൊത്തം എണ്ണ കയറിയതുപോലെ ഇരിക്കും. നല്ല ചൂടായിട്ട് ഇടണം. എന്നിട്ട് നമ്മൾ അതൊരു ചെറിയ ഓയിൽ സ്ട്രെയിനറിലേക്ക് മാറ്റി ഒരു പ്ലേറ്റിൽ വയ്ക്കുക. അതേപോലെ എല്ലാം ഇൻഡിവിജ്വൽ, നിങ്ങൾക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡീപ്പ് ഫ്രൈക്കിന് വേണ്ടിയുള്ള പാത്രമാണെങ്കിൽ എല്ലാം കുറേ എണ്ണം ഒരുമിച്ചിടാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ അപ്പച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒരെണ്ണം ഇൻഡിവിജ്വലായിട്ട് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ പോലെ ഇൻഡിവിജ്വലായിട്ടാണ് ഫസ്റ്റ് ചെയ്തതെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആ ഒരു ഓയിലിലേക്ക് ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് മിക്സൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രിസ്പിനെസ് പോകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഒരുപാട് പോവില്ല, കാരണം എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ. സോ അപ്പോൾ ഇച്ചിരി നേരം അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് വരെ അത് അടച്ചിട്ടാൽ മതി. ഒരു ഇന്നർ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക, എല്ലാം ഈവൻലി കുക്കാവാൻ വേണ്ടി. അപ്പോൾ നമ്മളെല്ലാം ഈവൻലി കുക്കായി കഴിയുമ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അത് വെന്തോ ഇനി അത് ഞാൻ പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൂടെ ഒരു സോസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മളെ സ്റ്റോർ ബോട്ട് മാഗീൻ്റെ ആ ഒരു ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസും മയണീസും കൂടെ കൂട്ടിയതാണ്. നമ്മൾ മയണീസ് സ്റ്റോർ ബോട്ട് ആയാലും ഹോം മെയ്ഡ് ആയാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഇപ്പോഴും ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഭയങ്കര ചൂടാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ സാധനം സൂപ്പറാണ്. പക്ഷേ എൻ്റെ എക്സ്പ്രഷൻ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കൂടെ നന്നായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ വോയിസ് ചെയ്യാൻ മറന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ അപ്പം എനിവേസ്
അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലാക്ക് പേപ്പർ ഞാൻ നിങ്ങളോട് ഇടണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് പേപ്പർ ഇട്ടപ്പോൾ അത് ഇച്ചിരി കൂടിപ്പോയതാണ്. സോ ബൈ. Thanks for watching.